ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ആയുർവേദ മരുന്നുകളെക്കുറിച്ചും അതുപോലെ തന്നെ ആഹാര രീതികളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ആഹാര രീതി വളരെയധികം നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതിൽ പാശ്ചാത്യ നാടുകളിലുള്ള ആഹാര രീതി, അതായത് നമ്മുടെ പാസ്ത, പിസ്സ ഇതുപോലുള്ള ആഹാര രീതികൾ നമ്മൾ കഴിക്കുന്നത് മൂലം നമുക്ക് നമ്മുടെ ആമാശയത്തിലെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും അതുവഴി നമുക്ക് ആമാശയത്തിലെ നല്ല ബാക്ടീരിയ അല്ലെങ്കിൽ ഗുഡ് ബാക്ടീരിയ നശിക്കുകയും അതുവഴി നമ്മുടെ ഇമ്മ്യൂണിറ്റി നമുക്ക് കുറഞ്ഞു വരികയും ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് പഠനങ്ങളിൽ. ഇതിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്താണെന്ന് ആദ്യമായി നോക്കേണ്ടത് നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് നമ്മുടെ ആമാശയത്തിലെ ആ ഒരു നല്ല ബാക്ടീരിയ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് ചെയ്താൽ മാത്രമേ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുകയും അതുവഴി നമ്മുടെ രോഗങ്ങളെ ചെറുത്ത് നിൽക്കാനുള്ള നമ്മുടെ കഴിവ് വർദ്ധിക്കുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ നമ്മൾ എന്തൊക്കെ ആഹാര രീതികളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അതിൽ ഫൈബർ കണ്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് കൂടുതൽ കഴിക്കണം എന്നാണ് പറയുന്നത്. അതായത് നാരുള്ള ഫ്രൂട്ട്സ് അതുപോലെ വെജിറ്റബിൾസ് എല്ലാം കഴിക്കണം എന്നാണ് പറയുന്നത്. ഇതിൽ വിറ്റാമിൻ സി കൂടുതലുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് കഴിക്കുന്നത് വഴി നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അതിൽ ഒന്ന് വരുന്നത് പേരയ്ക്ക, അതുപോലെ തന്നെ വിറ്റാമിൻ സി കൂടുതലുള്ള നെല്ലിക്ക, ഇതെല്ലാം കഴിക്കുന്നത് മൂലം നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമുക്ക് ഒരുവിധമൊക്കെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സഹായിക്കും. ഇതുപോലെ തന്നെ തൈരിൻ്റെ ഉപയോഗവും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്നതെന്നാണ് പറയുന്നത്. അതിൽ പ്രോബയോട്ടിക്സ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ ആമാശയത്തിലുള്ള നല്ല ബാക്ടീരിയ വളരാൻ സഹായിക്കും. അതുവഴി നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആഹാര രീതിയിൽ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ എക്സസൈസ് ഇല്ലായ്മയും അതുപോലെ തന്നെ ഉറക്കക്കുറവുമൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, നല്ല ഉറക്കം കറക്റ്റായിട്ട് ചെയ്യുക, ഉറങ്ങുക, അതുപോലെ തന്നെ കറക്റ്റ് സമയത്തിന് ഫുഡ് കഴിക്കുക. ഇതെല്ലാം നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മറ്റ് ദുശ്ശീലങ്ങളായ സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ഇതെല്ലാം ഒഴിവാക്കുക. ഇതെല്ലാം ഒഴിവാക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നല്ലൊരു ജീവിതശൈലി അഡാപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് ഏതൊക്കെ ആയുർവേദ മരുന്നുകൾ ഇതിന് സഹായകരമായിട്ട് നമുക്ക് ഉണ്ടെന്ന് നോക്കാം. അതിലൊന്ന് ബ്രഹ്മരസായനമാണ്. ബ്രഹ്മരസായനത്തിൽ നമ്മൾ കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു രസായനമാണ് ബ്രഹ്മരസായനം. ഇത് മുതിർന്നവർക്കും സേവിക്കാവുന്നതാണ്. ഇത് കുട്ടികളുടെ ബുദ്ധി വികാസത്തിനും അതുപോലെ തന്നെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതൊക്കെ വളരെ സഹായകരമായിട്ടുള്ള ഒരു രസായനമാണ് ബ്രഹ്മരസായനം. ഇത് കുട്ടികൾക്ക് 1 ഗ്രാം മുതൽ 3 ഗ്രാം വരെ കൊടുക്കാവുന്നതാണ്. മുതിർന്നവർക്കാണെങ്കിൽ 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ കഴിക്കാവുന്നതാണ്. ഇതിൽ നമ്മുടെ വിറ്റാമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് കൊണ്ട് ഒരുപാട് ഉള്ളത് കൊണ്ട് ഇത് നമ്മുടെ അൽഷിമേഴ്സ്, അതുപോലെ തന്നെ പാർക്കിൻസൺസ് ഇതുപോലെയുള്ള രോഗങ്ങൾ തടയാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ബ്രഹ്മരസായനം. അതുപോലെ തന്നെ ഇത് ഇമ്മ്യൂണിറ്റി, അതായത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു ഔഷധമാണ് ബ്രഹ്മരസായനം. അതുപോലെ തന്നെ ദശമൂലാരിഷ്ടം ഒരു ഹെൽത്ത് ടോണിക്കാണ്. ഇതിൽ ദശമൂലം ഇൻക്ലൂഡഡ് ആയിട്ട് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. അതായത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ നമുക്ക് വിട്ടു നിൽക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇത് വയറുവീർപ്പ്, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കാനും സഹായിക്കുന്നതാണ് ദശമൂലാരിഷ്ടത്തിൻ്റെ തുടർച്ചയുള്ള ഉപയോഗം. അത് 15 മുതൽ 20 ml വരെ ദിവസവും സേവിക്കുന്നത് വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട് ഇതുപോലെയുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഇതെന്ന് പറയുന്നത് ഇന്ദുകാന്തഘൃതമാണ്. ഇന്ദുകാന്തഘൃതം നമ്മുടെ പനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന, അതായത് പനിയായിട്ട് വരുന്ന ക്ഷീണം, അതുപോലെ തളർച്ച, ഇതിനെല്ലാം നമ്മുടെ ദേഹവേദന, ഇതിനെല്ലാം നമുക്ക് ഒരു ശാശ്വത പരിഹാരം തരുന്നതാണ് ഇന്ദുകാന്തഘൃതത്തിൻ്റെ സേവനം. അത്
നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ തുടരെ വരുന്ന പനി മാറിക്കിട്ടാനുമൊക്കെ നമുക്ക് സഹായകരമാണ് ഇന്ദുകാന്തഘൃതം. ഇത് നമ്മുടെ ഇന്ദുകാന്ത സിറപ്പായിട്ടും അവൈലബിൾ ആണ്. അത് ഒക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. നിരന്തരമായി പനി വരുന്ന ഇടവിട്ട് പനി വരുന്ന കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് കൊണ്ട് ഇന്ദുകാന്തഘൃതത്തിൻ്റെ സിറപ്പ് അവൈലബിൾ ആണ്. അത് കൊടുക്കുന്നത് മൂലം നമുക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ മറ്റൊരു മരുന്നെന്ന് പറയുന്നത് ചവനപ്രാശമാണ്. അതിൽ നെല്ലിക്ക അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസി മാറ്റുകയും അതുപോലെ തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതാണ്. കുട്ടികളിലെ അതുപോലെ തന്നെ മുതിർന്നവരിലെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ചവനപ്രാശം. ഇത് നിത്യേന സേവിക്കുന്നതും വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ മറ്റൊരിതെന്ന് പറയുന്നത് നമ്മുടെ ദശമൂലത്തിൻ്റെ തന്നെ ക്വാഥമാണ്. അതായത് ക്വാഥം ഉദ്ദേശിക്കുന്ന കഷായമാണ്. ദശമൂല കഷായം സേവിക്കുന്നതും വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. ദശമൂല കഷായം സാധാരണ പ്രസവാനന്തരമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. സ്ത്രീകൾക്ക് പ്രസവാനന്തരമായിട്ട് കൊടുക്കുന്ന ദശമൂല കഷായം അവരുടെ ആ ഒരു ദേഹം പഴയ ഊർജ്ജത്തിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ പനി ഒന്നും വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ദശമൂല കഷായം. താങ്ക് യു ഫോർ വാച്ചിങ്.